अपनी गंदी और नंगी, देश तो जानता है आप पहले से ही नंगे हो, नंगापन दिखाया। बीजेपी के कार्यकर्ताओं, आरएसएस के कार्यकर्ताओं, आप अपने प्रधानमंत्री की आंखों में देखो, आपको डर दिखेगा. രാഹുൽ ഗാന്ധി ആ പറഞ്ഞതാണ് കാര്യം. മിത്രങ്ങളോടാണ്, മിത്രങ്ങളെ നിങ്ങളുടെ വിശ്വഗുരുവിൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കണം. അപ്പം കാണാൻ നിങ്ങൾക്ക് യഥാർത്ഥ പേടി ആർക്കാണ്. രാഹുൽ ഗാന്ധിക്കല്ല പേടി. ഈ പറഞ്ഞ വിശ്വഗുരു ഭോപ്പാലിൽ പോയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ രാഹുൽ ഗാന്ധിക്കെതിരെയും ഭയങ്കര വികാരധീനനായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിച്ച് നമ്മൾ കണ്ടു. പട്ടുക്കളവനാണെങ്കിലും വേണ്ടില്ല, വായിക്കൂടെ വരുന്ന വർത്താനങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. अपनी गंदी और नंगी, देश तो जानता है आप पहले से ही नंगे हो, नंगापन दिखाया. ആരാണ് ഈ സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നത്? ട്രംപിൻ്റെ മുമ്പിൽ തല കുനിച്ച് മുട്ടുമടക്കി, അതായത് നടുവൊടിച്ച് അങ്ങ് ഷൂ നക്കാൻ പോയിട്ടുള്ള ഒരു മനുഷ്യൻ. അതല്ലെങ്കിൽ ഈ പറഞ്ഞ നാട്ടിൽ ഈ പറഞ്ഞ BJP അല്ലെങ്കിൽ RSS സംഘപരിവാർ ആളുകൾ ഈ രാജ്യത്തെ പല ആളുകളെയും രാമൻ്റെ പേരിലും സീതയുടെ പേരിലും അല്ലെങ്കിൽ ഹനുമാൻ്റെ പേരിലും ബീഫിൻ്റെ പേരിലും മസ്ജിദിൻ്റെ പേരിലും ആളുകളെ അടിച്ചൊതുക്കുന്ന സമയത്ത് വാ പൂട്ടി വെച്ചിട്ടുള്ള വിശ്വഗുരു, ഈ ഗുരുവാണ് രാഹുൽ ഗാന്ധിനെ. അതല്ലെങ്കിൽ കോൺഗ്രസ്, മുംബൈ നഗ്നരായിട്ടുള്ള കോൺഗ്രസ് എന്തിനാണ് ഇനിയിപ്പം ഷർട്ട് ഒരു പ്രതിഷേധം നടത്തിയത് എന്നതിനെ രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടുള്ള ആള്. ഈ രാജ്യത്ത് തൻ്റെ സ്വന്തം മിത്രങ്ങൾ, സ്വന്തം പ്രജകൾ, വിശ്വഗുരുവിൻ്റെ പ്രജകൾ ഈ നാട്ടിൽ എന്ത് തോന്നിവാസവും കാണിച്ച് ആ തോന്നിവാസങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണടച്ച് അല്ലെങ്കിൽ വാ പൊത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു US ട്രേഡ് പോലത്തെ ട്രേഡ് വന്നു കഴിഞ്ഞാൽ ഓശാനിച്ച് പോയിട്ട് അവിടെ പോയി സൈൻ ചെയ്ത് വരുന്ന ആർക്കും, അല്ലെങ്കിൽ ഒരാളും വരാൻ ആഗ്രഹിക്കാത്തില്ല, ഒരു രീതിയിലും ആളുകൾ വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന എപ്സ്റ്റീൻ ഫയലുകളിൽ പല പല സ്ഥലങ്ങളിൽ പേര് വന്ന് ഡാൻസ് കളിച്ച് നൃത്തം ചെയ്ത് അല്ലെങ്കിൽ ആടി പാടി നടന്നിട്ടുള്ള ഈ നമ്മുടെ വിശ്വഗുരുവാണ് കോൺഗ്രസിനെ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിനെ കുറ്റം പറയാൻ പോയിട്ടുള്ളത്. ഇതിനുള്ള മറുപടി വഴിയായിട്ട് തന്നെ രാഹുൽ ഗാന്ധി കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ പേടി ആർക്കാണ് പേടി? ഒരു ടീഷർട്ടിനെ കണ്ടാൽ പേടി, ഒരു കോൺഗ്രസിൻ്റെ വനിതാ MP-മാരെ കണ്ടാൽ പേടി, പാർലമെൻറ്റിലോട്ട് വരാൻ പേടി, നരവണയുടെ ബുക്ക് കണ്ടാൽ പേടി, എപ്സ്റ്റീൻ ഫയൽ കണ്ടാൽ പേടി, മാധ്യമങ്ങളുടെ മുമ്പിൽ പോകാൻ പേടി. ഇത്രയും പേടിയുള്ള ഒരാൾ അങ്ങ് പോയി പ്രസംഗിക്കുക ആര്? സംഘമിത്രങ്ങളുടെ മുമ്പിൽ, അതായത് സംഘിവാണങ്ങളുടെ മുമ്പിൽ അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ജുംല പ്രസംഗങ്ങളുടെ ഒരു, സത്യം പറഞ്ഞാൽ ഈ കാവിലെ ഈ എന്താ പറയുക, ഈ മൈതാന പ്രസംഗം നടത്താനല്ലാണ്ട് വേറെ എന്തിനു കൊള്ളാം നമ്മുടെ പ്രധാനമന്ത്രിനെ? ഒരു വാക്ക് സ്ട്രോങ് ആയിട്ട് സംസാരിക്കാനോ, ഒരു പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ആധികാരികതയോടെ സംസാരിക്കാനോ നമ്മുടെ വിശ്വഗുരുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗം തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ട പ്രധാനമന്ത്രിയുടെ വികാരഭരിതനായിട്ടുള്ള പൊട്ടിത്തെറിയും നമ്മൾ കണ്ടു. ഇതിനുള്ള മറുപടി വ്യക്തമായിട്ടും കൃത്യമായിട്ടും രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷൻ്റെ മലയാള ട്രാൻസ്ലേഷനാണ് നമ്മളിതിലും പറയാൻ പോകുന്നത്. നമുക്കതെല്ലാം വീഡിയോയിലോട്ട് പോവാം. BJP के कार्यकर्ताओं, RSS के कार्यकर्ताओं, आप अपने प्रधानमंत्री की आंखों में देखो, आपको डर दिखेगा. ആദ്യം തന്നെ ഭയത്തെക്കുറിച്ച് സംസാരിക്കാം. ആരുടെ ഭയമാണ്? നമ്മുടെ പ്രധാനമന്ത്രിയുടെ, നമ്മുടെ വിശ്വഗുരുവിൻ്റെ. അതായത് BJP പ്രവർത്തകരായിട്ടുള്ള മിത്രങ്ങളെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കൂ. RSS പ്രവർത്തകരെ, നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ കണ്ണിലേക്കൊന്ന് നോക്കൂ. എപ്സ്റ്റീൻ ഫയലുകളും അദാനികളുടെയും കേസുകളുടെ പേരിൽ പേടിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാം. അതെ, എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞാലോ അല്ല അദാനിയുടെ കേസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലോ വാ തുറക്കാൻ പറ്റാണ്ട് പേടിച്ച് മിണ്ടാണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിനെ, നിങ്ങളുടെ വിശ്വഗുരുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നാണക്കേടിനെ കുറിച്ചാണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾ നാണക്കേടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം ഏതാണ് യഥാർത്ഥ നാണക്കേടെന്ന്. നിങ്ങൾ അമേരിക്കയുമായി നടത്തിയ വ്യാപാര കരാറിന്, ട്രേഡ് ഡീലിൻ്റെ നാണക്കേട്, അതിലൂടെ ഇന്ത്യക്ക് ഒന്നും ലഭിച്ചിട്ടില്ല എന്നും പകരം നിങ്ങളുടെ രാജ്യം വിറ്റു തുലച്ചു, നമ്മുടെ രാജ്യത്തെ ഡാറ്റ വിട്ടുകൊടുത്തു, കർഷകനെ ഇല്ലാണ്ടാക്കി, ടെക്സ്റ്റൈൽസ് വ്യവസായം നശിപ്പിച്ചു. ഇതാണ് ആദ്യത്തെ നാണക്കേട്. അതല്ലാണ്ട് ഷർട്ട് ഊരി നടന്നതല്ല നാണക്കേട്. രാജ്യം അല്ലെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ ട്രേഡിൻ്റെ പേരിലും പല ഫയലുകളുടെ പേരിലും നാണം കെട്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടേത് മാറിയിട്ടുണ്ട്. അതാണ് നാണക്കേടിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എപ്സ്റ്റീൻ ഫയലുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ നാണക്കേടായിട്ട് രാഹുൽ ഗാന്ധി ഇതിൽ പറയുന്നുള്ളത് പീഡോഫീലിയ ആയിട്ടുള്ള എപ്സ്റ്റീൻ ഫയലുകളിൽ, ഇമെയിലുകളിൽ നിങ്ങളുടെ പേര്, അതായത് നിങ്ങളുടെ സംഖ്യകളെ, നിങ്ങളുടെ നേതാവിൻ്റെ പേര്, നിങ്ങളുടെ നേതാവിൻ്റെ മന്ത്രിമാരുടെ പേര് നിറഞ്ഞു നിന്ന്, സുഹൃത്തുക്കളെ പേര് പോലും ഇത്രയും അധികം ഈ പറഞ്ഞ ഫയലിൽ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഇനി അദാനിയുടെ കേസ്,
മൂന്നാമത്തെ നാണക്കേട് അദാനിക്കെതിരെയുള്ള കേസാണെന്നാണ് പറയുന്നത്. ഇത് അദാനിക്കെതിരെയല്ല, മറിച്ച് BJPക്കും നിങ്ങളുടെ സാമ്പത്തിക ഘടനയ്ക്കും എതിരെയുള്ള കേസാണ്. ഇന്ന് രാജ്യത്തിന് നന്നായിട്ട് അറിയാം അദാനി കേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല മോദിജി. അതുതന്നെയാണ് നിങ്ങളുടെ മൂന്നാമത്തെ നാണക്കേട് എന്നും കൂടെ ഈ പറഞ്ഞ മിത്രങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി പ്രവർത്തകർക്കുള്ള ആഹ്വാനം, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള അനിൽ അംബാനിക്കും അദാനിക്കും വേണ്ടി നിങ്ങൾ ഉചിതമെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്തോളൂ. ഇത് പ്രധാനമന്ത്രിയോടാണ് പറയുന്നത്. ഞങ്ങൾ രാജ്യത്തെ കർഷകരെയും തൊഴിലാളികളെയും ചെറുകിട വ്യവസായികളെയും സംരക്ഷിക്കാൻ കോൺഗ്രസും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മുമ്പിലുണ്ടാകും. ഇനി ഞങ്ങൾ ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർ ആരും ഭയപ്പെടരുതെന്നും ഒരടി പോലും പിന്നോട്ട് വെക്കരുതെന്നും എന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസിൻ്റെ കിസാൻ മഹാ ചൗപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തെ ട്രേഡ് ഡീലിൻ്റെ അവസ്ഥകളും മറ്റ് രാജ്യം ഈ പറഞ്ഞ BJP സർക്കാർ കണ്ണടച്ച് അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പോലും സംസാരിപ്പിക്കാൻ സമ്മതിക്കാണ്ട് മുന്നോട്ട് പോകുന്ന, ചർച്ചകൾക്ക് പോലും വിട്ടുകൊടുക്കാണ്ട് കാണിക്കുന്ന കൊള്ളരുതായ്മയും ചെറ്റത്തരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒരു പരിപാടിയാണ്. ഈ പരിപാടി ഇന്നലെയായിരുന്നു നടന്നിരുന്നത്. അതിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങളുടെ ഭാഗമൊക്കെ വളരെ, നിങ്ങൾക്കത് കേട്ട് കഴിഞ്ഞാൽ ഏകദേശം 40 മിനിറ്റോളമുള്ള പ്രസംഗമുണ്ട്. അതിൽ പാർലമെൻറ്റിലെ തനിക്ക് അതായത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റ വിലക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒന്ന്, ചരിത്രത്തിൽ ആദ്യമായിട്ട് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തത് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ചും ജനറൽ നരവാനയുടെ പുസ്തകം ഉദ്ധരിക്കാൻ ശ്രമിച്ചപ്പോൾ രാഹുൽ ഗാന്ധിനെ തടഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇനി അമേരിക്കയുമായിട്ടുള്ള കരാറിനെ പറ്റിയാണ് പിന്നെ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. പ്രധാനമന്ത്രി മോദി ആരെയും അറിയിക്കാതെ ക്യാബിനറ്റ് ചർച്ച പോലും ഇല്ലാണ്ട് അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ പോലും ചർച്ച ചെയ്യാണ്ട് ട്രംപിനെ വിളിച്ച് US ഇന്ത്യ ട്രേഡ് ഡീൽ ഒപ്പിടാൻ സമ്മതിച്ചതിനെ പറ്റി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. പിന്നെ എപ്സ്റ്റീൻ ഫയൽസുകളെ പറ്റി, അദാനിയുടെ കേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തെ ഡാറ്റ സുരക്ഷ എത്രത്തോളം പരിതാപകരമാണ് എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിലെ വിലപ്പെട്ട ഡാറ്റ പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് കൈമാറി 21ാം നൂറ്റാണ്ടിലെ ഡാറ്റ ഉള്ളവരാണ് വിജയിക്കുക എന്നും, അതായത് ഡാറ്റയാണ് നമ്മളെ ഈ പറഞ്ഞ നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആവശ്യമുള്ളതും. ഏതൊരു കമ്പനികളെടുത്ത് എന്ത് കഴിഞ്ഞാലും ഡാറ്റക്കാണ് ഏറ്റവും വലിയ വില. അതുപോലെ നമ്മൾ അമേരിക്കക്ക് അടിയറവ് വെച്ചു എന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു പരിപാടിയിൽ ഇന്നലെ സംസാരിച്ചിട്ടുള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് വേർഷൻ നിങ്ങൾക്ക് യൂട്യൂബിലും അവിടെയൊക്കെ കിട്ടുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ മുമ്പ് കണ്ട ഒരു രാഹുൽ ഗാന്ധിയോ അതല്ലെങ്കിൽ ഒരു പ്രതിപക്ഷമൊന്നുമല്ല ഇപ്രാവശ്യം. അതായത് ഇവന്മാർ എന്ത് കൊള്ളരുതായ്മ കാണിച്ചു കഴിഞ്ഞാലും അത് അതുപോലെ പറയാനും, ഇനി പറയാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ അത് പുറത്തിറങ്ങിയിട്ടാണെങ്കിലും സമരത്തിലൂടെ ആണെങ്കിലും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിനും പൂർണ്ണമായിട്ടും പറ്റുന്നുണ്ട്. ഒരു തളർന്ന BJPനെ അല്ലെങ്കിൽ NDAനെ നമുക്ക് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. കാരണം പല കുത്തുകാലുകളിൽ ഇങ്ങനെ പൊന്തിയിരിക്കുന്ന വിശ്വഗുരുവാണ് ഇപ്പം രാജ്യം ഭരിക്കുന്നത്. വിശ്വഗുരുവിൻ്റെ ലിമിറ്റേഷൻസ് ഒരുപാടായി. അല്ലെങ്കിൽ ഒറ്റക്കങ്ങ് ഉണ്ടാക്കാം, 400 സീറ്റുകളോളം കിട്ടി, ഞങ്ങൾ തോന്നുന്ന പോലെ രാജ്യം ഭരിക്കും, ഒരു സ്വേച്ഛാധിപതിയായിട്ട് ഞാൻ രാജ്യം ഭരിക്കും എന്നുള്ള തോന്നലുകളൊക്കെ മാറിയിട്ടുണ്ട്. അതുതന്നെയാണ് ഇപ്പം രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭയിൽ പോലും വരാണ്ട് പാർലമെൻറ്റിൽ പോലും ഒരു ദിവസം കയറിയിട്ട് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് വർത്താനം പറഞ്ഞ് പിന്നെ ആ വഴിക്ക് പോവാണ്ട് അതിന് 100 ഇല്ലാത്ത കാരണങ്ങളും പറഞ്ഞ് മുങ്ങി നടക്കുന്ന പ്രധാന GA നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി, നിങ്ങൾ എന്ത് വേണമെങ്കിലും പേടിപ്പിച്ചോളൂ, നിങ്ങളുടെ പേടി അത് നിങ്ങളുടെ മുഖത്തുണ്ട്, നിങ്ങൾ അത് വെച്ചിട്ട് എന്നെ പേടിപ്പിക്കാൻ നിൽക്കണ്ട എന്നാണ് ഇൻഡയറക്റ്റ്ലി ഈ പറഞ്ഞ എല്ലാ പ്രസംഗങ്ങളുടെയും ഉള്ളടക്കം.